നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഇവിടെ തലച്ചോറ് പറഞ്ഞു, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹൃദയം എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഖുർആനി ഒരുപാട് തവണ വായിച്ചു നോക്കി, ഹദീസൊക്കെ നോക്കി, ഹൃദയത്തിൽ 4 അറകളാണ് ഉള്ളത് എന്ന് ഏതെങ്കിലും ഒരു ഖുർആനിലോ ഹദീസിലോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ വയറിനെക്കുറിച്ച്, നമ്മുടെ ഇൻറ്റസ്റ്റൈനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയെക്കുറിച്ച്, ഇങ്ങനെ തലച്ചോറ് മാത്രമല്ല ഏത് അവയവങ്ങളെക്കുറിച്ചാകട്ടെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിലെത്ര അറകളുണ്ട്, അതിലേക്ക് വരുന്ന ബ്ലഡ് സപ്ലൈ എന്താണ്, ഇത് ഖുർആനിലേക്ക് നമ്മൾ മുങ്ങിത്തപ്പിയാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തുകൊണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ അവതരിക്കാൻ ഒരു ലക്ഷ്യം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നിങ്ങൾക്ക് മാർഗദർശനം നൽകുക, ഹുദ അഥവാ മാർഗദർശനത്തിനു വേണ്ടിയാണ് ഖുർആൻ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനം പഠിച്ചതുകൊണ്ട് ഒരാളും ആത്യന്തികമായി നല്ലവനാകാൻ പോകുന്നില്ല. ഇവിടെ ഒരുപാട് തലച്ചോറിനെ കുറിച്ച് അങ്ങേയറ്റം പഠിച്ച് അതിൻ്റെ അങ്ങേ അറ്റത്തിലെത്തിയ ന്യൂറോ സയൻസും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ അരുകും മൂലകളും മുങ്ങിത്തപ്പി അതിൽ ഗവേഷണം ചെയ്ത ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർക്ക് തലച്ചോറിനെ കുറിച്ച് നല്ല അറിവുണ്ട്. പക്ഷേ അവർ പലപ്പോഴും നമ്മൾ കാണുന്ന എന്താ, അവർ പല അധാർമികതകളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും അത്തരത്തിലുള്ള വലിയ ഇൻ്റലക്ച്വലുകളായിട്ടുള്ള പഠിക്കുന്ന, ഗവേഷണം ചെയ്യുന്ന, ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ അതിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ, ഹൃദയത്തിൽ എത്ര അറകളുണ്ട് എന്ന് പഠിച്ചത് കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവുന്നില്ല. തലച്ചോറിൽ എത്ര ന്യൂറോൺ ഉണ്ട് എന്നോ ആ ന്യൂറോണുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചോ പഠിച്ചതുകൊണ്ട് മനുഷ്യൻ നന്നാവില്ല. ഇവിടെ മനുഷ്യൻ നന്നാവാൻ എന്താ വേണ്ടത്? മനുഷ്യൻ നന്നാവാൻ വേണ്ടത് അവന് ഹുദ നൽകുക എന്നുള്ളതാണ്. നമുക്ക് പ്രാപഞ്ചികമായ പഠനങ്ങളിലൂടെ, ശാസ്ത്ര പഠനങ്ങളിലൂടെ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണ്? ധാർമ്മികത. എന്താണ് ശരി, എന്താണ് തെറ്റ്, അത് പഠിപ്പിക്കുക എന്നതാണ് ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം. ആ അവതരണ ലക്ഷ്യത്തിന് അനുഗുണമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനിൽ കാണുക. എന്നാൽ അതിനോട് ബന്ധിപ്പിച്ച് അതിലേക്ക് നമ്മുടെ ചിന്തയെ നയിക്കുന്ന പലതും ഖുർആനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഭ്രൂണത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ജനനത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ആഴക്കടലിനെ കുറിച്ച്, അതുപോലെ തന്നെ ആകാശങ്ങളെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ചൊക്കെ ഖുർആനിൽ പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അതെന്തിനു വേണ്ടിയാ? സൂര്യനെക്കുറിച്ച് കുറേ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ പറയാൻ വേണ്ടിയാണോ സൂര്യനെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നത്? അല്ല. ഈ സൂര്യനെ പടച്ച, ഇത്ര കൃത്യമായി സൂര്യനെ പടച്ച പടച്ചോനാണ് പറഞ്ഞു തരുന്നത്, അതുകൊണ്ട് നീ ഇത് സ്വീകരിച്ചോ. അല്ലെങ്കിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ, അതായത് നമ്മുടെ നിസ്സാരതയെ ബോധ്യപ്പെടുത്തുക, അതായത് നമ്മുടെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭ്രൂണശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കൃത്യമായ ആ വചനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്ര കൃത്യമായി സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയാണോ ആ വചനങ്ങൾ ഇറക്കിയിട്ടുള്ളത്? അല്ല. നിങ്ങൾ വളരെ നിസ്സാരമായ ഒരു ഇന്ദ്രിയ തുള്ളിയിലൂടെയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ആ തുള്ളിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഉണ്ടായത്. അതുകൊണ്ട് വല്ലാതെ അഹങ്കരിക്കണ്ട എന്ന് പറയാനാണ് ആ ആയത്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും അവയവത്തെക്കുറിച്ചോ ഏതെങ്കിലും ശാസ്ത്രത്തെക്കുറിച്ചോ പഠിപ്പിക്കുക എന്നതല്ല ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം. അതുകൊണ്ട് പല അവയവങ്ങളെക്കുറിച്ചും ഖുർആനിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഖുർആനിനെ സമീപിക്കുന്നു എന്നിടത്താണ് കാര്യം. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്, ഒരു മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇതിൽ സയൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. മാത്സ് ടെക്സ്റ്റ് ബുക്ക് മാത്സ് പഠിപ്പിക്കാനുള്ളതാണ്, സയൻസ് ടെക്സ്റ്റ് ബുക്ക് സയൻസ് പഠിപ്പിക്കാനുള്ളതാണ്. മാത്സ് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയിട്ട് ഇതിൽ സയൻസ് ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഹുദ പഠിപ്പിക്കാൻ, സന്മാർഗം പഠിപ്പിക്കാൻ ഇറങ്ങിയ ഗ്രന്ഥത്തിൽ നോക്കിയിട്ട് ഇതിൽ ഈ സാധനം ഇല്ലല്ലോ, ഈ ശാസ്ത്രം ഇല്ലല്ലോ എന്ന് പറയുന്നത്.